الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وقال اركبوا فيها بسم الله مجريها ومرساها إن ربي لغفور رحيم صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും വളരെ സൂക്ഷ്മതയോടുകൂടി പഠിക്കാനും തികഞ്ഞ ജാഗ്രതയോടുകൂടി അവയെ അനുവർത്തിക്കാനും തയ്യാറാകണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിൻ്റെ വഴിയിലൂടെ എക്കാലത്തും നമ്മെ നയിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും പുറത്തു തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവൻ നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ. പ്രവാചകന്മാരുടെ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പുതിയ കാലത്ത്, നാം ജീവിക്കുന്ന കാലത്ത് നമ്മോടൊപ്പമുള്ളവരായി അവരെ സങ്കല്പിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മളിവിടെ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്തെന്നാൽ, ഒന്ന്, പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാരെന്ന നിലക്ക് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള മിഷൻ എന്താണ്? നമ്മൾ ഏറ്റെടുക്കുന്നത് മോസ്റ്റ് മോഡേൺ കാലത്തായതുകൊണ്ട് പുതിയ കാലത്ത് നമ്മുടെ പ്രബോധനം എന്തായിരിക്കും? നാം നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? ആളുകളുടെ പ്രതികരണങ്ങളുടെ സ്വഭാവം എന്തായിരിക്കും? ഇതേ സംബന്ധിച്ചുള്ള വളരെ ഹൈപ്പോത്തറ്റിക്കലായ, സാങ്കല്പികമായ ഒരാലോചന. സങ്കല്പങ്ങൾക്ക് പലപ്പോഴും യാഥാർത്ഥ്യത്തിൽ നിന്ന് അധികം ദൂരമൊന്നും ഉണ്ടാവില്ല. രണ്ടാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ, നിലവിലുള്ള നമ്മുടെ ജീവിതത്തെയും അവസ്ഥയെയും വളരെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ട്, ആത്മവിചാരണ നടത്തിക്കൊണ്ട്, ഇക്കാലത്ത് ഒരു പ്രവാചകന്റെ കൂടെ നിൽക്കണമെങ്കിൽ നമ്മളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ആലോചന. പ്രവാചകൻ വരുന്നു, സമൂഹത്തിൽ വളരെ കൃത്യമായൊരു വിഭജനം രൂപപ്പെടുന്നു. ഖുർആന്റെ ഭാഷയിൽ മലവും അറാദിലും തമ്മിലുള്ള മാർക്സിയൻ പദം കടമെടുത്താൽ വർഗവിഭജനം. അങ്ങനെ ഒരു വർഗവിഭജനം നടക്കുന്നു. നമ്മൾ ഏത് പക്ഷത്തുണ്ടാവും? നിലവിലുള്ള അവസ്ഥയിൽ നമ്മൾ ഏത് പക്ഷത്തുണ്ടാവും? ഈ ഒരു ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഏത് പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത്. അങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചുള്ള ആലോചനയും നമുക്കുണ്ടാകും. ഇത് പറയുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ
ഗ്രീക്ക് ഫിലോസഫറായ സോക്രട്ടീസുമായി ബന്ധപ്പെട്ട ചില അനുഭവങ്ങൾ വിശകലനം ചെയ്തിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് സമൂഹത്തിലെ പ്രമാണിമാർ, മലവ്, വരേണ്യവർഗം പറഞ്ഞിരുന്ന ആരോപണങ്ങൾ. ഒന്ന്, അദ്ദേഹം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കും. രണ്ടാമത്തത്, അദ്ദേഹം ഏതൻസിലെ ദൈവങ്ങളെ വെല്ലുവിളിക്കുകയും പുതിയ വിശ്വാസങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. മൂന്നാമത്, നാട്ടിൽ സമാധാനം നിലനിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അത് തകർക്കാൻ ശ്രമിക്കും. ഇങ്ങനെയുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടാവുകയും അദ്ദേഹം വിചാരണക്ക് വിധേയനാവുകയും അങ്ങനെ വിഷം കുടിച്ച് മരിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്തു. അപ്പോഴും അദ്ദേഹത്തിന് ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു: മിണ്ടാതിരിക്കാമെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടും. അദ്ദേഹത്തിന്റെ നിലപാട് മിണ്ടാതിരിക്കുക എന്നത് മരണതുല്യം തന്നെയാണ് എന്നതായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളില്ല എന്ന് തന്നെയാണ് അർത്ഥം. ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഉണ്ടാവുന്നത്, അങ്ങനെയുണ്ടല്ലോ. ഈ നാത്സി കിരാത വാഴ്ചയസം, കിരാതം എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, കാരണം കിരാതം എന്ന് പറഞ്ഞാൽ കാട്ടാളെന്നാണ് അർത്ഥം. പൊളിറ്റിക്കലായിട്ടൊരു പ്രശ്നമുണ്ട്. നമ്മൾ നാഗരികര്, നമ്മളെല്ലാം തികഞ്ഞവരാണ് എന്ന് അഭിമാനം കൊണ്ടിട്ട് കിരാതൻ, കാട്ടാളൻ എന്നൊക്കെ, അവര് നമ്മളെക്കാൾ എത്രയോ ധാർമ്മികമായി മുന്നിൽ നിൽക്കുന്ന ജനവിഭാഗമാണ് എന്ന് വേണം വിചാരിക്കാൻ. എന്തായാലും അതങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് വന്നുപോയതാണ്. എന്തായിരുന്നാലും നമ്മൾ ഈ പറയുന്ന ഒരു വളരെ മോശമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യണം എന്നാണല്ലോ ഇവിടെ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു അവസ്ഥയെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഈ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് തന്നെയും എല്ലാ തരത്തിലുള്ള അനീതികൾക്കും പിന്തുണ നൽകുക എന്നതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ സ്വാഭാവികമായ അർത്ഥം എന്ന് കാണേണ്ടതാണ്. അപ്പോൾ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ലത് മരിക്കലാണ് എന്നാണ് സോക്രട്ടീസ് തീരുമാനിച്ചത് എന്ന് നമ്മൾ കാണുന്നു. എന്തായാലും നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പുതിയ കാലത്തൊരു പ്രവാചകൻ, ഇവിടെ സൂചിപ്പിച്ചതൊരു സങ്കല്പമാണ്. അങ്ങനെ വരുമ്പോൾ വളരെ സാങ്കല്പികമായിട്ടുള്ളൊരു കഥ നമുക്കിവിടെ പറഞ്ഞു നോക്കാം. അതിനൊരു തലക്കെട്ട് കൊടുത്താൽ നൂഹ് ഫി സമനി തൂഫാനിൽ ജദീദ്, അല്ലെങ്കിൽ നൂഹ് ഇൻ ദ ഏജ് ഓഫ് ദ ന്യൂ ഡെലൂഷ്, പുതിയ പ്രളയകാലത്തെ നൂഹ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. പണ്ഡിതനോ പുരോഹിതനോ നാടുവാഴിയോ വരേണ്യനോ ഒന്നുമല്ലാത്ത നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷെ ഇതിപ്പോ പുതിയ നൂഹിനെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ലാത്ത നൂഹ് വെറുമൊരു മരപ്പണിക്കാരൻ. അദ്ദേഹത്തിന് ബലിഷ്ഠമായ കൈകളുണ്ട്, ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന മുഖവുമുണ്ട്. എന്നാൽ അദ്ദേഹം വളരെ ശാന്തനായ ഒരു മനുഷ്യൻ. ചന്തയിൽ പ്രഥമ പ്രഭാഷണം നടത്തുന്ന ദിവസം വരെ അദ്ദേഹം ശാന്തമായ ജീവിതം നയിച്ചു. പക്ഷെ അതിനു മുമ്പ് ചില സോഷ്യൽ മീഡിയ ആക്ടിവിസങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം. പുതിയ കാലത്ത് നേർക്കുനേരെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ടുള്ള മനുഷ്യരുടെ ഇടപെടലുകൾ നടക്കുന്നത് അങ്ങനെയാണല്ലോ. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുന്നത്. പ്രഭാഷണം ഉയർന്ന വേദിയിലോ അല്ലെങ്കിൽ ക്ഷേത്രാങ്കണത്തിലോ ഒന്നുമല്ല. അദ്ദേഹം പ്രഭാഷണത്തിന് തിരഞ്ഞെടുത്ത സ്ഥലം സ്ത്രീകൾ വെള്ളം കോരുകയും തൊഴിലാളികൾ ഒത്തുകൂടുകയും ചെയ്യുന്ന ഒരു കിണറിന്റെ പരിസരമാണ്. അങ്ങനെ അദ്ദേഹം യാ കൗമി എന്ന് വിളിച്ചു. നൂഹ് നബി അലൈഹി സ്വലാം അങ്ങനെയാണ് വിളിച്ചത്. ലഖദ് അർസൽനാ നൂഹൻ ഇലാ കൗമിഹി ഫഖാല യാ കൗമി, എൻ്റെ ജനമേ. അതൊരു വല്ലാത്ത സംബോധനയാണ്. എൻ്റെ ജനമേ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നവരെ മുഴുവൻ കൂട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് യാ കൗമി എന്ന് സംബോധന ചെയ്തു. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാം. നിങ്ങളിൽ നിന്ന് ഞാൻ യാതൊരു പ്രതിഫലവും കാക്ഷിക്കുന്നില്ല എന്ന് പ്രവാചകന്മാർ ഓരോരുത്തരിൽ നിന്നും വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചതായിട്ട് കാണാം. അപ്പോൾ സ്വന്തം സമ്പത്തിന് വേണ്ടിയല്ല, സ്വന്തം അധികാരത്തിന് വേണ്ടിയുമല്ല. നീ ഇത് നിർത്തുകയാണെങ്കിൽ, നിനക്ക് ഒരു പെണ്ണിനെയാണ് വേണ്ടതെങ്കിൽ മക്കയിലെ ഏറ്റവും സുന്ദരിയായ പെണ്ണിനെ നിനക്ക് വിവാഹം കഴിച്ചു തരാം.
അതല്ല നിനക്ക് സമ്പത്താണ് വേണ്ടതെങ്കിൽ ഞങ്ങളെല്ലാവരും ചേർന്നാൽ നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും സമ്പന്നനാക്കാൻ സാധിക്കും. അധികാരമാണ് വേണ്ടതെങ്കിൽ ഒരു കുഴപ്പമില്ല, കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ നേതാവാകണം എന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ നിനക്ക് അധികാരം തരാം, നീ ഇതൊന്ന് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വർത്തമാനമുണ്ട്. നിങ്ങൾ ഒരു കയ്യിൽ സൂര്യനെയും മറുകൈയിൽ ചന്ദ്രനെയും വെച്ച് തരാമെന്ന് പറഞ്ഞാലും ഒന്നുകിൽ പടച്ച തമ്പുരാൻ എന്നെ ഈ ദൗത്യത്തിൽ വിജയിപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ ഇതിലങ്ങ് മരിച്ചു പോകും. മിണ്ടാതിരിക്കുന്ന പരിപാടിയില്ല. മിണ്ടാതിരുന്നില്ലെങ്കിൽ മരണം എന്നത് സോക്രട്ടീസിനുള്ള താക്കീതാണെങ്കിൽ പ്രവാചകന് കൊടുത്തത് ഓഫറാണ്. മിണ്ടാതിരിക്കുകയാണെങ്കിൽ സുന്ദരിമാരായ ഭാര്യമാർ, മക്കയിൽ ഏറ്റവും വലിയ സമ്പത്ത്, മക്കയുടെ ജനങ്ങളുടെ മൊത്തം അധികാരം, ചെറിയ കാര്യമൊന്നുമല്ല. ഇതൊക്കെയാണല്ലോ മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന സംഗതികൾ. പക്ഷെ അവിടെ പ്രവാചകൻ പറഞ്ഞു മിണ്ടാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു കയ്യിൽ സൂര്യനെയും മറുകൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും മിണ്ടാതിരിക്കുക എന്നത് എന്നിൽ നിന്നുണ്ടാവില്ല. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ നൂഹ് എന്താണ് പറയുന്നത്? നൂഹ് അലൈഹി സ്വലാം എന്താണ് പറയുന്നത്? എന്റെ ഭയം, ഇനി അഖാഫു അലൈക്കും അദാബ യൗമിൻ അലീം. നിങ്ങൾ ഒരു അഗാധ ഗർത്തത്തിന്റെ അരികിലാണല്ലോ. നിങ്ങളെ തന്നെ സ്വയം നശിപ്പിക്കുന്ന ഇല്ലാതാക്കി കളയുന്ന ഒരദാബിന്റെ വക്കിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് അവരോട് പറയുകയാണ്. ഭീകരമായ പ്രളയത്തിൽ നിങ്ങൾ മുങ്ങിയൊടുങ്ങും. അത് ജനതയ്ക്ക് വേണ്ടിയുള്ള ഭയമാണ്, സ്വയം രക്ഷപ്പെടാനല്ല, നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ. അതാണ് അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ട ദൗത്യം. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻസിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം എന്ന് നൂഹ് അലൈഹി സ്വലാമയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നാം നൂഹിനെ അങ്ങോട്ടേക്ക് അയച്ചു. എന്തിനാണ് അയച്ചത് എന്ന് ചോദിച്ചാൽ അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കാനാണ്. നിങ്ങൾ ഇതുപോലെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു അദാബ് വന്ന് ഭവിച്ചേക്കാം. നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലം അതായിരിക്കും എന്നതിനെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാൻ. ആ അദാബിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു വെച്ചു, സ്രോതസ്സിലേക്കുള്ള മടക്കം. റൂമിയുടെ പുല്ലാങ്കുഴലുണ്ടല്ലോ, എപ്പോഴും ഈറ്റക്കാട്ടിലേക്ക് തിരിച്ചു പോകാൻ, അതിൽ നിന്നുള്ള വേർപാടിന്റെ വിലാപമാണ് പുല്ലാങ്കുഴലിൽ നിന്ന് സംഗീതം പൊഴിക്കുന്നത് എന്ന് സങ്കല്പിച്ചിട്ടുള്ള റൂമിയുടെ ആ ചിന്ത നമ്മളൊന്ന് ഓർമ്മിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്രോതസ്സിലേക്ക്, നിങ്ങളുടെ റബ്ബിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സൃഷ്ടിച്ചവനിലേക്കുള്ള മടക്കം. മാത്രവുമല്ല, സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. എല്ലാ ആദമിന്റെ മക്കളെ മുഴുവൻ ഇങ്ങനെ ഹാജരാക്കുന്ന ഒരു സന്ദർഭം. അവരുടെ എല്ലാ ചൈതന്യത്തെയും മുന്നിൽ നിർത്തിയിട്ട്, അതിപ്പോ ഖുർആൻ മെറ്റഫോറിക്കലായിട്ട് പറയുന്നതാണോ യാഥാർത്ഥ്യമാണോ എന്ന ചർച്ച വേറെയാണ്, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. പക്ഷെ ആ സമയത്ത് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ തന്നെയല്ലേ നിങ്ങളുടെ റബ്ബ്? ഖാലു ബലാ ഷഹിദിന, അവരെല്ലാവരും പറഞ്ഞു തീർച്ചയായും അതെ, അതിന് ഞങ്ങൾ സാക്ഷികളാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ അല്ലാഹുവാണ് റബ്ബ്, നമ്മൾ അവനിലേക്കാണ് മടങ്ങേണ്ടത്, അവന്റെ കൽപ്പനകളാണ് അനുസരിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകും എന്ന് തന്നെയാണ്. ആ കാര്യം ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ശരിക്കും പ്രവാചകന്മാരുടെ ദൗത്യം എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ സൃഷ്ടിച്ചവനിലേക്കുള്ള മടക്കം. സ്വാഭാവികമായും അതിന്റെ ഫലം എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരിൽ നിന്നും നാണയങ്ങളിൽ നിന്നും കൊത്തിയെടുത്ത കല്ലുകളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. കൊത്തിയെടുത്ത കല്ലുകൾ നിങ്ങളായിട്ടുണ്ടാക്കിയിട്ടുള്ള തഅബുദൂന മാ തൻഹിതൂൻ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നതായിട്ട് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളായിട്ടുണ്ടാക്കിയിട്ടുള്ള ദൈവങ്ങൾ, അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അതോടൊപ്പം ഈ നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ നാണയാധിഷ്ഠിതമായിട്ടുള്ള ജീവിത വ്യവസ്ഥ, ലാഭാധിഷ്ഠിതമായിട്ടുള്ള ജീവിത വ്യവസ്ഥ, പുതിയ കാലത്ത് ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്ന സാധനം, അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അതോടൊപ്പം ദുരധികാരികളായ രാജാക്കന്മാരിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. അപ്പൊ സത്യത്തിന് മേൽ കെട്ടിപ്പടുക്കപ്പെടുന്ന ഒരു ജീവിതം നിങ്ങൾ നയിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാം, നേര്, നന്മ, നീതി എന്നിവ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം.
അപ്പോഴങ്ങനെ നൂഹ് പ്രബോധനം നടത്തുന്നു. ആ പ്രബോധനത്തിന്റെ ഫലങ്ങളൊക്കെ ഖുർആനിൽ പറഞ്ഞതുപോലെ പുതിയ കാലത്തും ആവർത്തിക്കുന്നു. പ്രളയമുണ്ടാകുന്നു. കഥ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവുക എന്ന് നമുക്കറിയാം. എന്തായാലും പ്രളയം വരുന്നത് എവിടെയാണ്? അത് അവസാനമാണ്. എന്നിരുന്നാൽ പോലും പ്രളയം വരുന്നത് എവിടെ നിന്നാണ്? അടുപ്പിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു എന്നാണല്ലോ പറയാറുള്ളത്. അടുപ്പിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു. മഴയിൽ നിന്നോ പുഴയിൽ നിന്നോ വന്ന പ്രളയമല്ലത്. അവരുടെ വീടകങ്ങളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട പ്രണയമാണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തന്നെ തിന്മകളിൽ നിന്നാണ് പ്രണയമുണ്ടാകുന്നത്. 3 തരത്തിലാവാം ഈ തിന്മകൾ. ഒന്ന്, നിങ്ങളിൽ ഒരു കൂട്ടരുടെ കർമ്മങ്ങൾ തന്നെ. നിങ്ങളിൽ ഒരു കൂട്ടർ അക്രമം പ്രവർത്തിക്കുന്നു, അതിൽ നിന്നാണ് പ്രളയം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ രണ്ടാമതൊരു കൂട്ടരുടെ നിസ്സംഗത, അക്രമങ്ങളെ നോക്കി നിൽക്കുകയാണ്, യാതൊന്നും പ്രതികരിക്കാതെ, അതിൽ നിന്നാണെങ്കിലും പ്രളയമുണ്ടാകാം. മൂന്നാമത്തത് പറയുന്നത് നിവൃത്തികെട്ടതെങ്കിലും ഇനിയൊരു കൂട്ടരുടെ വിധേയത്വം. മൂന്നാമതൊരു കൂട്ടർക്ക് വിധേയത്വമാണ്, പക്ഷെ നിവൃത്തികേട് കൊണ്ടാണ്. അവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷെ ആ വിധേയത്വത്തിൽ നിന്നുണ്ടാകുന്ന പ്രളയം, നാശം എന്ന് പറഞ്ഞാൽ നാശം തന്നെയാണല്ലോ. അക്രമം, നിസ്സംഗത, വിധേയത്വം, ഇത് മൂന്നും 3 രാഷ്ട്രീയ പദങ്ങളാണ് എന്ന് തന്നെ ചിന്തിക്കണം. ഈ 3 നിലപാടുകളിൽ നിന്നും നാശമുണ്ടാകാം എന്ന് തന്നെയാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് എന്ന് കാണണം. ഇസ്രായേൽ സമൂഹത്തിന്റെ കഥ പറയുമ്പോൾ ശാപത്തിന്റെ നിയമം ലംഘിച്ചവരെ കുരങ്ങന്മാരാക്കിയതിനെ കുറിച്ച് പറയുന്നത്. ലംഘിച്ചവരെ മാത്രമല്ല, അത് കണ്ടിട്ട് മിണ്ടാതിരുന്നവരെ സംബന്ധിച്ചും അത് തന്നെയാണ് പറയുന്നത്. ലംഘിച്ചവരെ കുരങ്ങന്മാരാക്കി എന്ന് മാത്രമല്ല, അത് കണ്ടിട്ട് മിണ്ടാതിരുന്നവരെയും അതുപോലെ പരിവർത്തിപ്പിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പൊ ഈ 3 സംഗതികളും പ്രശ്നമാണ്. അക്രമം പ്രശ്നമാണ്, നിസ്സംഗത പ്രശ്നമാണ്, വിധേയത്വവും പ്രശ്നമാണ്. ഈ മൂന്നാമത്തെ കൂട്ടർ ഒരുപക്ഷെ നിസ്സഹായരായിരിക്കാം. ചില സന്ദർഭങ്ങളിൽ നിസ്സഹായത പോലും വിശുദ്ധ ഖുർആൻ അംഗീകരിക്കില്ല. ചില സന്ദർഭങ്ങളിൽ അലം തക്കുൻ അർളുല്ലാഹി വാസിയ എന്ന് മലക്കുകൾ ചോദിക്കുന്നൊരു സന്ദർഭം. മലക്ക് വന്നിട്ട് പിടിക്കുമ്പോൾ, തിരിച്ചു പോകാൻ സമയമായി എന്ന് പറയുമ്പോൾ അയാളുടെ ഭാവി പരിണിതി എന്താണെന്ന് മുന്നിൽ ഇങ്ങനെ കാണുക. ആ കാണുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ കുറ്റക്കാരനല്ല, ഞാൻ നിസ്സഹായനായിരുന്നു. നീ എങ്ങനെയാണ് നിസ്സഹായനാവുക? അള്ളാഹുവിന്റെ ഭൂമി വളരെ വിശാലമായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ സാധ്യതകൾ ഒരുപാടുണ്ടല്ലോ. ഒരു തിന്മ നിന്റെ മുന്നിൽ കാണുമ്പോൾ പറ്റുമെങ്കിൽ കൈകൊണ്ട് തടയണം. അതിന് പറ്റാത്ത സാഹചര്യത്തിൽ അതിനെ വാക്കുകൊണ്ട് എതിർക്കണം. അതിനും പറ്റുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കാനെങ്കിലും ഇതുപോലും മറന്നു പോകുന്ന തരത്തിലുള്ള വിധേയത്വം ഉണ്ടായാലോ, അത് പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികളിൽ നിന്നാണ് ആ പ്രളയം ഉണ്ടാകുന്നത് എന്ന് കാണണം. എന്തായാലും നമ്മുടെ നൂഹ്, പുതിയ കാലത്തെ നൂഹ് ഉത്ബോധിപ്പിക്കുകയാണ്. ആ ഉത്ബോധനത്തിന് നേരെ ഒരു വിഭാഗം പരിഹാസവും അപഹാസവും മുന്നോട്ട് വെക്കുന്നു. അവരെയാണ് ഖുർആൻ മലഹ് എന്ന് വിളിക്കുന്നത്. പുതിയ കാലത്ത് ആരായിരിക്കും ഈ മലഹ്? പുതിയ കാലത്തെ നൂഹിനെ കുറിച്ച്, മോസ്റ്റ് മോഡേൺ കാലത്തെ നൂഹിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പോസ്റ്റ് മോഡേൺ അല്ല, മോസ്റ്റ് മോഡേൺ. അങ്ങനെ ഒരു പ്രവാചകനെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത്. അവിടെ മലഹ് ആരായിരിക്കും? ആഗോള കോർപ്പറേറ്റ് മേധാവികൾ, അതുപോലെ വലിയ ടെക് ബില്യണേഴ്സ് എന്ന് പറയുന്ന വിഭാഗമുണ്ടല്ലോ, ടെക് ബില്യണേഴ്സ്, പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റികൾ, പോളിസി മേക്കേഴ്സ്, ഇവർക്കെല്ലാവർക്കും കൊടപിടിക്കുന്ന രാഷ്ട്രീയാധികാരികളും അതോടൊപ്പം അതിൻ്റെ ഒക്കെ ഒരു ഐഡിയോളജിക്കൽ സൂപ്പർ സ്ട്രക്ചർ. മതത്തെ സംബന്ധിച്ച് മാർക്സ് പറഞ്ഞ വർത്താനാണ്. യഥാർത്ഥത്തിൽ തന്നെ അങ്ങനെയായി വർത്തിക്കുന്ന ഐഡിയോളജിക്കൽ സൂപ്പർ സ്ട്രക്ചറായിട്ട്, പ്രത്യയശാസ്ത്രപരമായ ഉപരിഘടനയായിട്ട് നിലകൊള്ളുന്ന മതവും മതപുരോഹിതരും, ഇതൊക്കെയാണ് പുതിയ കാലത്തെ മലഹ് എന്ന് കാണാൻ സാധിക്കും. അവര് നിരന്തരം അപഹസിച്ചും പരിഹസിച്ചും കൊണ്ടിരിക്കുന്നു, ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. വിഡ്ഢിയാണ്, പിഴച്ചവനാണ്. കാലൽ മലഉ മിൻ ഖൗമിഹി ഇന്നാ ലനറാക ഫീ ദലാലിൻ മുബീൻ. നൂഹിന്റെ സമൂഹത്തിലെ മലഹ് പറഞ്ഞു, നിന്നെ പിഴച്ചവനായിട്ട്, വഴിതെറ്റിപ്പോയവനായിട്ട് മാത്രമല്ലേ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അവര് ജനങ്ങളുടെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, നോക്ക്, ഞങ്ങൾ പട്ടുവസ്ത്രം ധരിക്കുന്നു, അതേസമയം ഇയാൾ ധരിക്കുന്നത് പാച്ച് ചെയ്ത തുണിയാണ്. പാച്ച് ചെയ്ത തുണിയാണ് ഇയാൾ ധരിക്കുന്നത്. അത്രയും ഒന്നിനും കൊള്ളരുതാത്തവൻ, വെറും ഒരു മരപ്പണിക്കാരൻ. ഇനി അതല്ലെങ്കിൽ ഞങ്ങൾ മാംസം കഴിക്കുന്ന സമയത്ത് ഇയാൾ വെറും ബാർലിയും ഗോതമ്പും ഒക്കെ കഴിച്ചിട്ടാണ് വിശപ്പടക്കുന്നത്. ഇയാളെയൊക്കെ ആരാ വിളിച്ച് ദൂതനാക്കിയത് എന്ന് ചോദിക്കാം. അങ്ങനെയുള്ള ഒരു സംവാദമൊക്കെ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പല സംവാദങ്ങളും അർത്ഥശൂന്യമാണെന്ന് കാണാം.
ഒരു നിലവാരവുമില്ലാത്ത ചോദ്യങ്ങൾ. പക്ഷേ അതിൽ പെട്ടുപോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മതി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞാൽ അതാണല്ലോ. ഒരു കാര്യം ഉണ്ടാവില്ല, ഒരു കാമ്പും ഉണ്ടാകില്ല, പക്ഷെ ആളെ പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുന്നു, പരിഹസിക്കുന്നു. അതേസമയം തന്നെ ഈ പറയുന്ന പീഡിതർ, അറാദിൽ എന്ന് ഖുർആൻ പറയുന്ന വിഭാഗം നൂഹിനെ തിരിച്ചറിയുന്നു. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ തിരിച്ചറിഞ്ഞു, അക്കാലത്ത് ഇപ്പോഴും തിരിച്ചറിയുന്നു. എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ കരയുന്ന സ്ത്രീകളുണ്ട്, വിയർപ്പൊഴുക്കുന്ന തൊഴിലാളികളുണ്ട്, നടുനിവർത്താൻ പറ്റാത്ത ഇടയരുണ്ട്. ഇനി പുതിയ കാലത്താണെങ്കിൽ അഭയാർത്ഥികളുണ്ട്, കൃഷിക്കാരുണ്ട്, ഗസയിലെ ഉമ്മമാരുണ്ട്, അതുപോലെ സുഡാനില് വിശക്കുന്നവരുണ്ട്, അതുപോലെ സാൻ ഫ്രാൻസിസ്കോയിലെ ഭവനരഹിതരുണ്ട്. ഇങ്ങനെയുള്ള ഒരു വലിയ വിഭാഗമാണ് പുതിയ കാലത്തുള്ള നൂഹിനെ. അക്കാലത്ത് നൂഹ് ഒരുപക്ഷെ ആ മെസൊപ്പൊട്ടേമിയയുടെ അതിർത്തികൾക്ക് അകത്ത് മാത്രം നിന്ന ഒരാളായിരിക്കാം. പുതിയ കാലം അങ്ങനെയല്ലല്ലോ. പുതിയ കാലാകുമ്പോൾ അതിന്റെ വ്യാപ്തിയും സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെ ലോകത്തെമ്പാടുമുള്ള ഇത്തരത്തിൽപ്പെട്ട ആളുകൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അവർ തിരിച്ചറിയുകയും അവരുടെ പ്രതികരണം, ഹിസ് വേർഡ്സ് മേക്ക് ദ സോൾ ട്രംബിൾ, അവരുടെ ആത്മാക്കൾക്ക്, അവരുടെ മനസ്സിന് ഒരു കുളിരായിട്ട്. ട്രംബിൾ, പ്രകമ്പനം. മറുഭാഗത്ത് അതൊരു പ്രകമ്പനമായിട്ട് അനുഭവപ്പെടുകയും ചെയ്തു. അവരെ ഉണർത്തുന്ന ഒരു സംഗതിയായിട്ട് ആ പ്രബോധനം മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോഴാണ് മലഅ് വീണ്ടും പരിഹസിക്കുന്നത്. ആ പരിഹാസ ഖുർആൻ രേഖപ്പെടുത്തുന്നത് വമാ നറാ കത്തബിഉക ഇല്ലല്ലദീന ഹും അറാദിലുനാ ബാദിയർ റഅയ്. നീ എന്ത് സത്യമാണ് പറയുന്നതെങ്കിൽ ഞങ്ങളെ പോലുള്ള മാന്യന്മാരല്ലേ നിന്റെ കൂടെ കൂടേണ്ടത്? പകരം നിന്റെ കൂടെ വന്നിരിക്കുന്ന ആരാ? അറാദിലുന, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അറാദില്, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എന്താ പറയാ ഒപ്രസ്ഡ് വിഭാഗം, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രോലിറ്റേറിയറ്റ്, അവരാണ് നിന്റെ കൂടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ മാന്യന്മാര് നിന്റെ കൂടെ ഇല്ലല്ലോ. അവരാണെങ്കിൽ ബോധമില്ലാത്തവരാണ്. കാരണം അറിവിന്റെ കുത്തക ഇവരുടെ കയ്യിലാണല്ലോ, വിജ്ഞാനം ഇവരുടെ കയ്യിലായതുകൊണ്ട് ഇവർ പറയുന്നു വകതിരിവില്ലാത്ത മനുഷ്യന്മാർ, ആ വകതിരിവില്ലായ്മ കാരണമായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള തരം താഴ്ന്ന ആളുകൾ അവരാണ് നിന്നെ പിന്തുടർന്നിരിക്കുന്നത് എന്നിരിക്കെ ഞങ്ങൾ എങ്ങനെയാണ് നീ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കുക? എന്നിട്ട് പിന്നെ ഈ അർത്ഥത്തിലുള്ള സംവാദങ്ങളാണ് നടക്കുന്നത്. തുക്മിനുലക്ക വത്തബഅക്കൽ അർദലൂൻ എന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് നിന്നെ അംഗീകരിക്കുക, നിന്നിൽ വിശ്വസിക്കുക? ഈ പറയുന്ന അറാദില്, ഈ പറയുന്ന പീഡിത വിഭാഗമാണ് നിന്റെ കൂടെ ഉള്ളത്. അന്തസ്സുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അന്തസ്സിന്റെ മാനദണ്ഡം പോലും ഒരു എലീറ്റ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം വേറൊന്നാണ്. അന്തസ്സുള്ള ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടോ? അങ്ങനെ അവര് ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്നു, പവിത്ര സ്ഥാനത്തെ കളങ്കപ്പെടുത്തുന്നതായി ആരോപിക്കുന്നു, പാരമ്പര്യത്തെ തകർക്കുന്നതായിട്ട് കണ്ടുപിടിക്കുന്നു, സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയെ അസ്ഥിരപ്പെടുത്തുന്ന പുതിയ പാത കൊണ്ടുവരികയാണ് ഇയാൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ വിമർശിക്കാനും ഇദ്ദേഹത്തെ എതിർക്കാനും ഒക്കെ ശ്രമിക്കുന്നു. പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കും. പുതിയ കാലവുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാൽ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കും. ജനശ്രദ്ധയിൽ നിന്ന് അകറ്റാനുള്ള ശ്രമമാണ്. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ എതിർപ്പുണ്ടാകുമ്പോൾ ഈ നന്നായി പോകും. താൽക്കാലികമായൊരു നന്നാവൽ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ജനോപകാരപ്രദമായിട്ട് പലതും ചെയ്യുന്നില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്തിനാ അയാള് എന്ന് ജനങ്ങളോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ആശയമുണ്ടല്ലോ. അത്തരം പ്രോഗ്രാമുകൾ, വലിയ ഹൈടെക് പ്രഭാഷണങ്ങൾ വെക്കും, ദേശസ്നേഹം വളർത്താനുള്ള AI ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും, ധാരാളം മോട്ടിവേഷണൽ സ്പീച്ചുകൾ. ആ സ്പീച്ചുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ബേസ് മുതലാളിത്തമായിരിക്കും, അല്ലെങ്കിൽ ഇപ്പറയുന്ന അനീതിയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. സ്വാർത്ഥതയാണ് അതിന്റെ ഒക്കെ ബേസ്. പക്ഷെ അതേസമയം തന്നെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ട് ആകൃഷ്ടരായി പോകും. അത്തരം തന്ത്രങ്ങളിലൂടെ ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മറുഭാഗത്ത് പ്രവാചകനെതിരായിട്ട് തീവ്രമായ ശകാരപദങ്ങൾ, തീവ്രവാദിയാണ്, മതമൗലികവാദിയാണ്, വിഘടനവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ശകാരപദങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അതും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നൂഹിന്റെ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ അൽഗോരിതങ്ങളിൽ അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളൊക്കെ ഡീബൂസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ അദ്ദേഹത്തിന്റെ ശബ്ദം ആരും കേൾക്കരുത് എന്നുള്ള നിലക്കുള്ള പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കും. തമ്മിൽ തെറ്റിക്കാനുള്ള തന്ത്രങ്ങളും വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അവരെ ഉപേക്ഷിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. അവരെ ഉപേക്ഷിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ സമയത്ത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതായിട്ട് ഖുർആൻ പറയുന്നത്
അവരുടെ കർമ്മങ്ങൾ എന്താണ് എന്ന് പടച്ച തമ്പുരാന് നന്നായിട്ട് അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒമാന ബിതാരിദിൽ മുഅ്മിനീൻ, ഞാനൊരിക്കലും തന്നെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരുന്നവര് ആട്ടി ഓടിക്കുന്നവനല്ല. എന്തിന്റെ പേരിലാണെങ്കിലും, അത് നിറത്തിന്റെ പേരിലാണെങ്കിലും, ഗോത്രത്തിന്റെ പേരിലാണെങ്കിലും, ജാതിയുടെ പേരിലാണെങ്കിലും, വംശത്തിന്റെ പേരിലാണെങ്കിലും, തൊഴിലിന്റെ പേരിലാണെങ്കിലും, എന്തിന്റെ പേരിലാണെങ്കിലും അവരെ ആരെയും അകറ്റി നിർത്തുന്നവനല്ല ഞാൻ. അവരെല്ലാവരും എന്നോടൊപ്പമുള്ളവരാണ്, അവരെല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്ന് പറയുന്ന വലിയൊരു ആശയം കൊണ്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ പ്രതിരോധിച്ചത് എന്ന് ഖുർആൻ പറയുന്നു. അതേ സംഭവം തന്നെ ഇവിടെയും നടക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രളയം വരുന്നത്. ഡെല്യൂഷ് എന്ന് പറയുന്ന ഒരു അത് മഹാപ്രളയത്തെ നമ്മൾ അങ്ങനെയാണ് പറയുക. സാധാരണ ഫ്ലഡ് അല്ല, ഒരു വലിയ പ്രളയം. ലോകത്തുള്ള എല്ലാ പുരാവൃത്തങ്ങളിലും ഒരു പ്രളയമുണ്ട്. സുമേറിയൻ ഇതിഹാസങ്ങളിൽ പ്രളയമുണ്ട്, അതുപോലെ ഇന്ത്യൻ പുരാണങ്ങളിൽ പ്രളയമുണ്ട്, ഗ്രീക്ക് പുരാണങ്ങളിലും നോർഡിക് ഇതിഹാസങ്ങളിലും കാണാം പ്രളയം. എന്ന് പറഞ്ഞാൽ ഒരു പ്രളയത്തെ അതിജീവിച്ചവരാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും എന്നതിന്റെ അർത്ഥം. അതിനെയൊക്കെ വേണമെങ്കിൽ നൂഹ് നബിയുമായിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്യാം. അങ്ങനെ ബന്ധപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ജീവിച്ചിരുന്ന, കൊടിഞ്ഞിയിൽ ജീവിച്ചിരുന്ന ടി മുഹമ്മദ് സാഹിബ് എന്നൊരു പണ്ഡിതനുണ്ട്. അദ്ദേഹം ഭാരതീയ സംസ്കാരത്തിന്റെ അടിയൊഴുക്കുകൾ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇത്തരം പാരമ്പര്യങ്ങളെ എപ്പോഴും, അത് ചരിത്രപരമായിട്ട് അതിന് എത്രത്തോളം കൃത്യത ഉണ്ടെന്ന് നമുക്കറിയില്ല, പക്ഷെ അതൊരു വലിയൊരു ഉദ്യമമാണ്. എന്ന് പറഞ്ഞാൽ നൂഹിന്റെ സന്തതി പരമ്പരകൾ ലോകത്ത് മുഴുവൻ വ്യാപിച്ചത് എങ്ങനെ എന്ന് കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്. അതിന് ഈ പ്രളയത്തെ സംബന്ധിച്ചുള്ള മിത്തുകൾ, എല്ലാവരും പ്രളയത്തിൽ വിശ്വസിക്കുന്നവരാണ്. പുതിയ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു ഡെല്യൂഷ്, ഒരു മഹാപ്രളയം അതെങ്ങനെ സംഭവിക്കാം? ഒന്നുകിൽ ഒരു വെള്ളപ്പൊക്കം, സാധാരണ ഫ്ലഡ്, അതങ്ങനെ അങ്ങോട്ട് വളർന്നു വരുന്നു, പാരിസ്ഥിതികമായ വിനാശമാണ്. അതല്ലെങ്കിൽ ഉരുൾപൊട്ടൽ, ക്ലൈമറ്റ് ചേഞ്ച്. എന്താണ്? മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണം. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ കാരണം കരയിലും കടലിലും നാശങ്ങൾ പ്രകടമായിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അതോടുകൂടി സംഭവിക്കുന്നത് പെട്ടെന്ന് കുറെ ആളുകൾ മരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ ബേജാറാകും. അതങ്ങനെ സംഭവിക്കും. കാരണം ഇത്തഖൂ ഫിത്നത്തുൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. നിങ്ങളിൽ അധർമ്മം പ്രവർത്തിച്ചവരെ മാത്രമായിട്ടല്ലാതെ ബാധിക്കുന്ന വലിയ ദുരന്തങ്ങൾ നിങ്ങൾ കരുതിയിരിക്കണം. പക്ഷേ അതേസമയം തന്നെ ഒരു ഭാഗത്ത് ഈ പറയുന്ന മലയിന്റെ ധനാർജന സംവിധാനങ്ങളുടെ നാശവും കൂടി സംഭവിക്കും. ക്രമത്തിലാണെങ്കിൽ പോലും മലയിന്റെ ധനാർജന സംവിധാനങ്ങളുടെ നാശവും കൂടി സംഭവിക്കും. രണ്ടാമതൊരു സാധ്യത, പ്രളയത്തെ മറ്റൊരു രീതിയിലും വായിക്കാം. സാമൂഹികമായും രാഷ്ട്രീയമായും വായിച്ചാൽ അത് അറാദിലിന്റെ പ്രതിരോധം അധികാര കേന്ദ്രങ്ങളെ തകർക്കുന്നു. കാരണം അതിജീവിച്ചൊരു വിഭാഗത്തെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. പ്രളയത്തിൽ എല്ലാവരും മരിച്ചില്ല. കുറച്ചാളുകൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. അതിലേക്ക് നമുക്ക് വരാം. ആ കപ്പലിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് പറയേണ്ടതുണ്ട്. എന്തായാലും അതിലേക്ക് കയറി രക്ഷപ്പെട്ടു. പക്ഷേ ഇത് അറാദിലിന്റെ പ്രതിരോധമായിട്ട് അത് മാറാം. അത് അധികാര കേന്ദ്രങ്ങളെ തകർക്കുന്നു. വിപ്ലവങ്ങൾ ഉണ്ടാകാം, ബഹുജന പ്രക്ഷോഭം ഉണ്ടാകാം, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉണ്ടാകാം, ഈ ലോകത്തിന്റെ സിസ്റ്റത്തെ തന്നെ അട്ടിമറിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. മൂന്നാമത് സാങ്കേതികമായിട്ട് സ്വയംകൃതാനർത്ഥങ്ങളാണ്. മുതലാളിത്തവും വാണിജ്യക്കുഴപ്പവും. മാർക്സിന്റെ ഒരു വിശകലനമുണ്ട്. വാണിജ്യക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. വാണിജ്യക്കുഴപ്പങ്ങൾ ചിലപ്പോൾ ഇതിനെ തകർക്കും. മുമ്പ് ജപ്പാനിലൊരു സമരം ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്. ജപ്പാനിലൊരു സമരം ഉണ്ടായി. സമരം എന്ന് പറഞ്ഞാൽ പണി മുടക്കലാണല്ലോ. ഈ ജപ്പാൻകാരുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ പണി എടുക്കാണ്ടിരിക്കാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ നൂതനമായൊരു സമരമാർഗം ആവിഷ്കരിച്ചു. അവർ രാത്രിയും പകലും ഒക്കെ ഉറക്കൊഴിഞ്ഞ് പണിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ പണിയെടുത്തതോടുകൂടി പ്രൊഡക്ഷൻ കണ്ടമാനം കൂടിയതോടുകൂടി മാർക്കറ്റ് സ്റ്റക്കായി. പ്രൊഡക്ഷൻ കണ്ടമാനം കൂടിയപ്പോൾ മാർക്കറ്റ് സ്റ്റക്കായി. അത് ശരിക്കും പറഞ്ഞാൽ പണി മുടക്കിയതിനേക്കാൾ എളുപ്പത്തിലാണ് ഫലം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ പല കുഴപ്പങ്ങൾ. മറുഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ മേധാവിത്വം ഉണ്ടാകാം. മനുഷ്യൻ അതിന്റെ അടിമകളാകാം. തഅബുദൂന മാ തൻഹിത്തൂൻ എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ തന്നെ അതിനെ ഉപയോഗപ്പെടുത്തുകയല്ല, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ സൈബർ അറ്റാക്കുകൾ, ഡാറ്റ ലീക്കുകൾ, ഇങ്ങനെയുള്ള പല സംഗതികളും. അങ്ങനെ മലയിന്റെ ഡിജിറ്റൽ സാമ്രാജ്യം തകരുന്നു. യഥാർത്ഥ സാമ്രാജ്യവും സ്വാഭാവികമായിട്ട് തകരുന്നു. ഡിജിറ്റൽ രംഗത്ത് ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ആക്ച്വൽ രംഗത്ത് ഒന്നും നിലനിൽക്കില്ല. വെർച്വൽ രംഗത്ത് എന്ത് നിലനിൽക്കുന്നോ അത് മാത്രമാണ് ആക്ച്വൽ രംഗത്തും നിലനിൽക്കുക, യഥാർത്ഥ രംഗത്തും നിലനിൽക്കുക എന്നുള്ളിടത്താണല്ലോ ഇപ്പൊ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഏറ്റുമുട്ടൽ, തുറന്ന ഏറ്റുമുട്ടൽ, ആ ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടാകുന്ന പ്രളയം, അതേ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ആളുകളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കപ്പലുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, കാലർക്കബൂ ഫീഹ, ഇതിലേക്ക് കയറണം. ഏതിലേക്ക് കയറണം? ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് പിന്നീട് പോവാം. ഇതിലേക്ക് കയറണം, തൽക്കാലം കപ്പലിലേക്ക് കയറണം. ആ കപ്പലിന്റെ പ്രത്യേകത ബിസ്മില്ലാഹി മജ്രേഹ,
ഈ എ എന്ന് ഉച്ചരിക്കപ്പെടുന്ന ഒരേ ഒരു സന്ദർഭം ഖുർആനിൽ അത് മാത്രമാണ്. മജ്റാഹ എന്നാണ് ഖുർആനിൽ എഴുതുക, പക്ഷെ തജ്വീദ് നിയമം അനുസരിച്ച് മജ്രേഹ എന്ന് വായിക്കണം എന്നാണ്. കപ്പൽ ഇങ്ങനെ ഓളത്തിൽ ഇങ്ങനെ ചെരിഞ്ഞും ചാഞ്ഞും ഒക്കെ ഒഴുകുന്നത് കൊണ്ട് എന്ന് ഒരാളൊരു തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഇങ്ങനെ ചെരിഞ്ഞിട്ട് മജ്രേഹ, ബിസ്മില്ലാഹി മജ്രേഹ വ മുർസാഹ. ഇതിന്റെ ആരംഭവും ഇതിന്റെ അവസാനവും ഒക്കെ അള്ളാഹുവിന്റെ നാമത്തിലാണ്. ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. നിങ്ങൾ അറിയണം, അള്ളാഹു ഗഫൂറും റഹീമുമാണ്, പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് എന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജനതയോട് പറഞ്ഞതായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു അഭയകേന്ദ്രമായിട്ട് പ്രവാചകൻ മാറുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ ആലോചിക്കണം, പുതിയ കാലത്ത് വരുന്ന അങ്ങനെ ഒരു നിയോഗം അത് സംഭവിക്കില്ല ഈ പറഞ്ഞ സ്വഭാവത്തിൽ. പക്ഷെ അതേസമയം മുഅ്മിനുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, മുഅ്മിനുകൾക്ക് ഉത്തരവാദിത്വവുമുണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് ചിന്തിക്കേണ്ടതാണ്. അവിടെ ആ അർത്ഥത്തിൽ ലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കുക. നമ്മുടെ അഭയം എന്താണ് യഥാർത്ഥത്തിൽ, നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ശരിയായ രീതിയിൽ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും കഥകളും ഒക്കെ നമുക്ക് കേട്ട് വായിച്ച് രസിക്കാൻ വേണ്ടി ഖുർആൻ പറയുന്നതല്ല. അതൊക്കെ ഇവിടെ ഇപ്പോൾ എന്ന നിലക്ക് കണ്ടുകൊണ്ട് നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ ചിട്ടപ്പെടുത്താനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി അതിന്റെ കപ്പലും ഓട്ടവും അതിജീവനവും ഒക്കെ നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി നല്ല ജീവിതം നയിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.